സഫർ എന്ന പദത്തിൽ ലാറ്റിൻ പദത്തിൽ നിന്നാണ് ക്ഷമ എന്ന പദം ഉത്ഭവിച്ചത്. ഇത് നമ്മെ നിഷ്ക്രിയത്വത്തെ സൂചിപ്പിക്കുന്നു. അഥവാ നിലവിലെ ജോലി അല്ലെങ്കിൽ നമ്മുടെ ദിനചര്യയിൽ ക്ഷമയോടെയുള്ള ആലോചന അഥവാ ഒരു ബലഹീനതയായി കാണാൻ കഴിയുന്ന പേടി പോലുള്ള ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കപ്പെടാറുണ്ട്. എന്നാൽ ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് എന്തെന്നാൽ ക്ഷമ നഷ്ടപ്പെടുന്നത് യുദ്ധത്തിൽ തോൽക്കുന്നതിന് തുല്യമാണ് എന്ന്. ക്ഷമ സംതൃപ്തിക്കും നേട്ടത്തിനും ഒരു മികച്ച കൂട്ടാളിയാണ്. അഥവാ പ്രകൃതി ഒരു വാഗ്ദാനം നൽകുന്നു, പക്ഷെ ഒരു പ്രതിബദ്ധതയും ക്ഷമയും അത് സാധ്യമാക്കുന്നു. അഥവാ വിജയം ക്ഷമയുടെ കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരാളുടെ ക്ഷമ ശുദ്ധമായിരിക്കണം. ഭഗവത്ഗീത ക്ഷമയെ മനസ്സിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ ആത്മനിയന്ത്രണം എന്ന് നിർവചിക്കുന്നു. അതിലൂടെ ആവർത്തിച്ചിട്ടുള്ള പരിശ്രമത്തിലൂടെയും മനസ്സിനെ സ്വയം നിശ്ചലമാക്കണം. അഥവാ തേനീച്ച ഒരു പൂവിൽ നിന്നും ഒരു തുള്ളി തേൻ ക്ഷമയോടെ ശേഖരിച്ച് തേൻകൂട്ടിൽ സൂക്ഷിക്കുന്നു. അഥവാ മഹാഭാരതത്തിലെ ജ്ഞാനിയായ ഒരു കഥാപാത്രമാണ് വിദുരൻ. അഥവാ ധർമ്മത്തിൽ വേരൂന്നിയ ക്ഷമ വളരെ ശക്തമായ ഒരു ആയുധമാണ്. അഥവാ ദുര്യോധനൻ്റെ തെറ്റായ പെരുമാറ്റത്തോടെയുള്ള യുധിഷ്ഠിരൻ്റെ ക്ഷമാപരമായ പ്രതികരണത്തെ ബലഹീനതയായി കുറച്ചു കാണുമെന്ന് ധൃതരാഷ്ട്രർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അഥവാ ക്ഷമ ഒരു മനുഷ്യനെ കോപത്തെ കീഴടക്കാൻ സഹായിക്കുന്നു. അത് ഏകാഗ്രമായ ശക്തിയാണ്. ഒരു ആൺകുട്ടി മാമ്പഴത്തെ സ്നേഹിച്ചു. അവൻ ഏറ്റവും നല്ല മാമ്പഴ വിത്ത് വാങ്ങി നട്ടു. പക്ഷെ എല്ലാ ദിവസവും രാവിലെ അത് മുളച്ചോ എന്ന് കാണാൻ അവ ഭൂമി കുഴിച്ചു നോക്കാറുണ്ടായിരുന്നു. ഈ പ്രക്രിയയിൽ അവൻ ഒരിക്കലും ആ വിത്ത് മുളയ്ക്കാൻ അനുവദിക്കുന്നില്ല, അല്ലെ? അതുപോലെ തന്നെയാണ് അക്ഷമയും അതേ രീതിയിൽ പ്രവർത്തിക്കുന്നു. അഥവാ വിശ്വാസക്കുറവിൻ്റെ ഫലമാണിത്. ജീവിതത്തിലെ അത്ഭുതത്തിലെല്ലാം നമ്മുടെ അഹങ്കാരത്തെയാണ് നാം വിശ്വസിക്കുന്നത്.